ചില ആളുകൾ ഭാര്യനെ വിളിക്കുക എന്നായിരിക്കും, ഭർത്താവിനെ വിളിക്കുക അതേ അതേ അതേന്ന് കേട്ടാ അതിൻ്റെ അർത്ഥം ഉമ്മ ഉപ്പാനെ വിളിക്കുകയാണ്. ചില ആളുകൾ ഭർത്താവിനെ വിളിക്കുക നോക്കി 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 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭർത്താവിനെ വിളിക്കുകയാണത്. ഇങ്ങോട്ടോക്കി 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 എന്ന് പറഞ്ഞാലും ഭർത്താവിനെ വിളിക്കുകയാണ്. നമ്മൾ മറ്റൊരാളെ അഭിസംബോധന ചെയ്യുന്ന പേരിൽ പോലും മധുരം, സ്നേഹം, പ്രണയമൊക്കെ ഉണ്ട്. എല്ലാ സമയത്തും നിങ്ങൾ ഇത്തരം പേരുകൾ അല്ലെങ്കിൽ മധുര മനോഹരമായ അവരിഷ്ടപ്പെടുന്ന പേര് തന്നെ വിളിക്കാൻ പാടുള്ളൂ എന്നല്ല. നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ വേറൊരു പേരായിരിക്കും, നല്ല റൊമാൻസ് ഉള്ള സമയത്ത് വേറെ പേരായിരിക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഏത് മനുഷ്യരും ഏറ്റവും സ്നേഹമുള്ള പേരിൽ വിളിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അവർക്കിഷ്ടമുള്ള പേര് തന്നെ വിളിക്കണം. നിങ്ങൾ ഭയങ്കര മനോഹരാന്ന് വിചാരിക്കുന്ന പേര് വിളിക്കണമെന്നല്ല, അവർക്കിഷ്ടമുള്ള പേര് തന്നെ നിങ്ങൾ അവരെ വിളിക്കണം. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയോട് ചോദിക്കുക, ഞാൻ എന്ത് വിളിക്കുന്നതാണ് നിനക്ക് ഇഷ്ടം? ഫാത്തിമ എന്നാണ് പേര്, ഫാത്തിമ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, അല്ലെ ഫാത്തി എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിന്റെ ഉപ്പയുമ്മയും നിനക്ക് വിളിച്ചിരുന്ന ഓമന പേരിട്ട് വിളിക്കാനാണോ നിനക്ക് ഇഷ്ടം? ചിഞ്ചു, പൊന്നു, മുത്തു, ചിഞ്ചു, പല പേരും വിളിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളോട് ഞാൻ എന്ത് പേരാണ് നിന്നെ വിളിക്കേണ്ടത്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. നമ്മളായിട്ടുണ്ടാക്കുന്ന പേരിന് പകരം അവർ താല്പര്യപ്പെടുന്ന പേര് തന്നെ, അത് മക്കളെ മുമ്പിലാണെങ്കിലും വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ കാര്യം കൂടി നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കണം.